ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയെല്ലാം അവിടെല്ലാം വോട്ട് വിശേഷം മാത്രം എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ചെലവഴിക്കലിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിധിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നുമാവില്ല യഥാർത്ഥ ചെലവ്. ശതകോടികൾ ഒഴുകാൻ പോവുകയാണ്. കണക്ക് പ്രകാരം 320 കോടി രൂപയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്രരും കൂടി ചെലവാക്കേണ്ടി വരിക. അത് ഔദ്യോഗിക കണക്ക്. പക്ഷേ കണക്കിലെ കളി അതിനും അപ്പുറമാകും. കോടികളുടെ കിലുക്കവുമായി കേരള പഞ്ചായത്ത് ലീഗ് അങ്ങനെ പൊളിക്കുകയാണ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. നാടാകെ ചുവരുകളിൽ വോട്ട് തേടിയുള്ള പോസ്റ്ററുകളും ചുവരെഴുത്തുകളുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച തുക മാത്രമാണോ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വിനിയോഗിക്കുന്നത്? സംസ്ഥാനത്ത് 1199 സ്ഥാപനങ്ങളിലായി 23,576 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഓരോ സ്ഥാനാർത്ഥികൾക്കും ചെലവഴിക്കാവുന്ന തുക സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാവുന്ന തുക 25,000-വും, ബ്ലോക്ക് പഞ്ചായത്തിൽ 75,000-വും, ജില്ലാ പഞ്ചായത്തിൽ 1,50,000 രൂപയുമാണ്. മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ പരമാവധി 75,000 രൂപയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 1,50,000 രൂപയും വരെ ചെലവാക്കാം. എന്നാൽ ഈ തുക പര്യാപ്തമാണോ? ഒരിക്കലും ആ ഒരു തുകയ്ക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം പണ്ടത്തെ കാലം ഇപ്പം ടെക്നോളജി മാറി. പണ്ട് തുണിക്കാതായിരുന്നു ഫ്ലെക്സ് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് മഷിയുടെ പൈസ, പിന്നെ ഒരാളുടെ കൂലി, പെട്രോൾ ഒരു ദിവസം അനൗൺസ്മെന്റ് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണമെങ്കിൽ ഇന്നത്തെ വില വെച്ച് ഒരു ദിവസം ഈ പറഞ്ഞ തുകയ്ക്ക് ഒരാഴ്ച പോലും പ്രചാരണം നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ തുകയ്ക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും ഇത്രയും പ്രചാരണം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിബന്ധനകൾ കർശനമാണെങ്കിലും പക്ഷേ അത് പാലിക്കപ്പെടുന്നുണ്ടോ? കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച തുക കൊണ്ട് മാത്രം ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണം നടത്താൻ കഴിയില്ല. 946 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകളിലായി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടത് 43,34,25,000 രൂപയാണ്. 152 ബ്ലോക്കുകളിൽ 2,267 ഡിവിഷനുകളിൽ ഒരു സ്ഥാനാർത്ഥി വീതം മത്സരിപ്പിക്കാൻ 17,25,000 രൂപയും രാഷ്ട്രീയ പാർട്ടികൾ കണ്ടെത്തണം. 86 നഗരസഭകളിലെ 3,241 വാർഡുകളിലായി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടത് 24,30,70,75,000 രൂപയാണ്. ചുരുക്കം പറഞ്ഞാൽ 3 രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടി അടുത്ത ഒരു മാസത്തിനകം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി കണ്ടെത്തേണ്ട തുക 300 കോടി രൂപയാണ് കണക്കു പ്രകാരം. സ്ഥാനാർത്ഥികൾക്കായി കെട്ടിവെക്കേണ്ട തുക കൂടി എത്തുമ്പോൾ ഇത് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല. ഈ തുകയുടെ 4 മടങ്ങിലധികമാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പാർട്ടികൾ രാഷ്ട്രീയ പ്രചരണത്തിനായി അടക്കം നിലവിൽ ഉപയോഗിക്കുന്നത്. 14 ജില്ലാ പഞ്ചായത്തുകളിലായി 346 വാർഡുകളും 6 കോർപ്പറേഷനുകളിലായി 421 വാർഡുകളും ചേർന്ന സ്ഥാനാർത്ഥികളെ നിർത്താൻ 11,50,50,000 രൂപയും വേണം. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പ്രചരണ ചെലവ് കൂടി കൂട്ടുമ്പോൾ 320 കോടി രൂപയ്ക്ക് മുകളിലാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ചെലവാക്കിയാൽ വരുന്ന തുക തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം തുകയിൽ വേണമെന്ന ആവശ്യവും അതേസമയം ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 5 വർഷം മുമ്പ് നമ്മൾ ഒരു വാഹനത്തിന് പ്രചരണത്തിന് വിളിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന തുകയല്ല ഇപ്പോഴുള്ളത്. പിന്നെ പോസ്റ്ററിങ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ 5 വർഷവുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു വിലക്കയറ്റം ആ മേഖലയിലെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പര്യാപ്തമായിട്ടുള്ള ആ തുകയെ സംബന്ധിച്ച് ഒരു പുനരാലോചന നല്ലതാണ്. അത് മാറ്റം വരുന്നത്, പക്ഷെ ഒരു നിശ്ചിത അളവുണ്ടാകണം. കാര്യം അല്ലെങ്കിൽ ഈ സമ്പത്തുള്ളവർക്ക് എന്തും ചെലവഴിക്കാം. സമ്പത്തില്ലാത്ത സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് അതിന് പരിമിതി ഉണ്ടാകണം, അതിനൊരു നിയന്ത്രണം ഉണ്ടാകണം, പരിമിതി ഉണ്ടാകണം. പക്ഷെ കാലോചിതമായ മാറ്റം ഉണ്ടാകണം. പണം ചുരുക്കി ഉപയോഗിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ക്വാഡുകൾ ഉണ്ടെങ്കിലും പരിശോധനയിൽ പിടിക്കപ്പെടുന്നവരുടെ എണ്ണം കുറവാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സ്ഥാനാർത്ഥികൾ ചെലവ് സംബന്ധിച്ച വിവരം കൈമാറണമെന്നാണ് ചട്ടം. അത് പാലിക്കാത്തവർക്ക് തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുമുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും പണത്തിന്റെ അന്തരം സ്ഥാനാർത്ഥികൾക്കിടയിൽ പ്രചരണകാലത്ത് ഉണ്ടാകാതിരിക്കാനുമാണ് നിയന്ത്രണം സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നത്. പക്ഷേ നഗ്നമായ ലംഘനമാണ് ഇന്ന് നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും സമർപ്പിക്കുന്ന കണക്കുകൾ വ്യാജമെന്ന് സാരം. പിന്നെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരിധി ഉയർത്താത്തത്? വസ്തുത എല്ലാവർക്കും അറിയാം.
പക്ഷേ പരാതികൾ എങ്ങുമേയില്ല. ശതകോടികൾ എങ്ങനെയാണ് ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്നത്? ചോദ്യങ്ങൾ അങ്ങനെ ഏറെയുണ്ട്. ഉത്തരങ്ങൾ നൽകേണ്ടത് രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. മോഹനൻ പിലാത്തറ പറയുന്നു, ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് എല്ലാ മതിലുകളും പെയിന്റിന്റെ അലങ്കാരത്തിൽ പല കളറുകളും എഴുത്തുകൾ തുടങ്ങിയിട്ടുണ്ട് എന്ന ആകെ ഒരു ഉത്സവരാവിന്റെ ആഘോഷം തന്നെ എന്ന കാര്യമാണ് മോഹനൻ പിലാത്തറ പറയുന്നത്. ഏതായാലും നാടെമ്പാടും ഒരു ഉത്സവ രാവിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഉത്സവകാലം എന്ന നിലയിൽ തന്നെയാണ് ഗ്രാമങ്ങളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ വാർഡ് തലം മുതൽ ആ ഒരു ഉത്സവത്തിൻ്റെ ആഘോഷമാണ്, തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ ആഘോഷമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ കോടികൾ തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കേണ്ടി വരും. പക്ഷേ അത് നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലും ചില മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് വിവിധ മേഖലകളിലുള്ളവർ, മൈക്ക് ഓപ്പറേറ്റർമാർ, പെയിൻറ് കടക്കാർ, ഈ എഴുതുന്നവർ, അങ്ങനെ പ്രിൻറ്റിംഗ് സാമഗ്രികളുടെ നിർമ്മാണ മേഖലയിലുള്ളവർ, അങ്ങനെ നിരവധി പേർക്കാണ്, കൊടികൾ തയ്ക്കുന്നവർ, തോരണങ്ങൾ തയ്ക്കുന്നവർ, അത് നിർമ്മിക്കുന്നവർ, അങ്ങനെ വിവിധ മേഖലകളിലുള്ളവരുടെ സാമ്പത്തിക സ്ഥിതി കൂടി മെച്ചപ്പെടുന്ന ഒരു കാലമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം എന്നത്. ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് ഈ കസേരയുമായി ബന്ധപ്പെട്ട ചില കാര്യത്തിലേക്കാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കസേര ഉറയ്ക്കാത്ത ചിലരുണ്ട്. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം നഗരസഭയിൽ അധ്യക്ഷ കസേരയ്ക്ക് അത്തരമൊരു ഉറപ്പില്ലായ്മയുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇവിടെ ചെയർപേഴ്സൺ കസേരയിലെത്തിയത് 6 പേരാണ്. രാഷ്ട്രീയ വടംവലിയും വീതം വെപ്പുമാണ് കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് 1/2 ഡസനോളം അധ്യക്ഷന്മാരെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സമ്പാദിച്ചത്. ആടിയുലയുന്ന കസേര വിശേഷമാകട്ടെ ഇനി. വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ വിവാദം കൊണ്ട് കളം നിറഞ്ഞു നിന്ന തദ്ദേശ സ്ഥാപനം ഏതെന്ന ചോദ്യത്തിന് മുൻനിരയിലുണ്ടാകും കൂത്താട്ടുകുളം നഗരസഭ എന്ന ഉത്തരം. തട്ടിക്കൊണ്ടുപോകൽ വിവാദം ഉൾപ്പെടെ സംഭവ ബഹുലമായ ഒരു ഭരണകാലമാണ് കഴിഞ്ഞത്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ചതോടെയാണ് കൂത്താട്ടുകുളം നഗരസഭ കേരളം ചർച്ച ചെയ്തത്. പക്ഷേ അതിനു മുൻപും ഏറെ കലങ്ങിമറിഞ്ഞതായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം. 2015-ൽ UDF-നും LDF-നും നഗരസഭയിൽ ഭൂരിപക്ഷമില്ലായിരുന്നു. എന്നാൽ വിമതരുടെ സഹായത്തോടെ ആദ്യം 3.5 വർഷം UDF ഭരിച്ചു. എന്നാൽ UDF വിമതനായി റോയി എബ്രഹാം LDF-നെ പിന്തുണച്ചതോടെ ഭരണം LDF-നായി. 2015 മുതൽ 20 വരെ 4 ചെയർമാൻമാരെ കിട്ടി കൂത്താട്ടുകുളത്തിന്. എണ്ണിയാൽ തീരാത്ത ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ ഈ 4.25 വർഷത്തെ ഭരണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു എന്നത് കൊണ്ട് തന്നെ അഭിമാനപൂർവ്വമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ സമീപിക്കുന്നത്. 26 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2021-ൽ ഒരു സ്വതന്ത്രയുടെ പിന്തുണയോടെ LDF ഭരണം പിടിച്ചു. 4.5 കൊല്ലത്തോളം വിജയ ശിവൻ തന്നെ ചെയർപേഴ്സൺ കസേരയിലിരുന്നു. വീണ്ടും ട്വിസ്റ്റ്. CPM കൗൺസിലർ അവിശ്വാസ പ്രമേയത്തിൽ UDF-നെ പിന്തുണച്ചു. ഒടുവിൽ കലാരാജു നഗരസഭാ ചെയർപേഴ്സണായി. UDF അധികാരത്തിൽ വന്നാൽ കൂത്താട്ടുകുളത്തിൽ വികസനം മുൻകൈ ഞങ്ങളെടുക്കും. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഈയിടെ ടൈൽ വിരിച്ചു. ഞങ്ങൾ 2 മാസമാണ് കഷ്ടി ഞങ്ങൾക്ക് ഭരണം കിട്ടിയത്. അത് കൂത്താട്ടുകുളത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. 5-8 മാസമായിട്ട് മരം വീണ് തകർന്നു കിടക്കുകയായിരുന്നു. അത് ഞങ്ങൾ റെഡിയാക്കി. അതോടൊപ്പം തന്നെ തെരുവുകളുടെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഇനി എത്ര പേർ കൂത്താട്ടുകുളത്തിന്റെ അധ്യക്ഷന്മാരായി എത്തുമെന്നുള്ളതാണ് നാട്ടുകാരുടെ കൗതുകം. നഗരസഭയുടെ ആദ്യ ടേമിൽ 5 വർഷക്കാലത്ത് നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയേണ്ടി വരും, ചെയർമാൻമാർ മാറി മാറി ഓരോ 1.5 വർഷം തോറും മാറി മാറി ഭരിക്കുകയുണ്ടായി. അതുകൊണ്ട് അവർക്ക് നാടിൻ്റെ വികസനം പരിപൂർണതയിൽ എത്തിക്കുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് വന്ന LDF മുന്നണിക്ക് ഇപ്പം 4.25 വർഷവും തുടർച്ചയായി ഭരണം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞു. വലിയ പ്രതീക്ഷയും ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്കും എന്തുകൊണ്ടോ കൂത്താട്ടുകുളത്തെ ജനങ്ങളുടെ സ്വപ്നം, കൂത്താട്ടുകുളത്തിൻ്റെ ആ പഴയകാല പ്രൗഢിയിലേക്ക് എത്തിച്ചേരുവാൻ വികസന രംഗത്ത് നിർഭാഗ്യവശാൽ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓരോ വർഷവും ഓരോ ചെയർമാൻമാരായിരുന്നു. അത് കാരണം നിരവധി വികസന പ്രവർത്തനങ്ങൾ കൂത്താട്ടുകുളത്ത് ലഭ്യമാക്കാതെ ഈ വികസന പ്രവർത്തനങ്ങളെ ഒരു ഏകീകരിക്കാൻ കഴിയാതെ ഇവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല കൂത്താട്ടുകുളത്ത് നടപ്പിലാക്കേണ്ട നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇവരുടെ ഈ തമ്മിത്തല്ല് കാരണം
ഇവിടെ സാധ്യമാക്കാതെ വന്നിട്ടുണ്ട്. 24 വാർഡുകൾ ഉണ്ടായിരുന്ന നഗരസഭയിൽ ഇത്തവണ 26 വാർഡുകളുണ്ട്. അധിക വാർഡുകളുടെ വിജയം നഗരസഭാ ഭരണത്തെ നിർണ്ണയിക്കും. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന കൂത്താട്ടുകുളത്ത് ഇത്തവണയും രാഷ്ട്രീയ നാടകങ്ങൾക്ക് അറുതിയുണ്ടാകില്ല. നാടകമേ ഉലകം. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. എബ്രഹാം തോമസ് പറയുന്നു, ഓണത്തിന് കസേരകളി, ഇപ്പോൾ ഇലക്ഷന്റെ പേരിൽ കസേരകളി എന്ന്. ജോസിൻ ജോസഫ് പറയുന്നു, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വെച്ചാൽ കൈ നനയാതെ മീൻ പിടിക്കലാണ്, പൈസ ഉണ്ടാക്കണം എന്ന്. വനജ PR പറയുന്നു, ഈ കളിയെല്ലാം കസേരയ്ക്ക് വേണ്ടിയല്ലേ എന്ന്. അങ്ങനെ പല പ്രതികരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയ പ്രവർത്തകരെ, രാഷ്ട്രീയ നേതാക്കളെ അപ്പാടെ നമ്മൾ ഈ അഴിമതിക്കാർ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അവർ അതിൽ നിസ്വാർത്ഥ സേവനം നടത്തുന്ന, ജനസേവനം നടത്തുന്ന എത്രയോ പൊതുപ്രവർത്തകർ കേരളത്തിലുണ്ട് എന്ന കാര്യം മറക്കുകയും ചെയ്യരുത്. ഇനി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വോട്ടുകാലം വരുമ്പോൾ, അതുകൊണ്ട് ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അത്തരമൊരു കഥയിലേക്കാണ് പോകുന്നത്. എറണാകുളത്തെ ഏലൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വർഷങ്ങൾക്ക് മുൻപേ അടച്ച ഒരു വഴി തുറന്നിട്ടുണ്ട്. കണ്ടെയ്നർ റോഡിലേക്ക് പോകാൻ നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന വഴിയാണത്. മാലിന്യം നിക്ഷേപിക്കുന്നെന്നും അനധികൃതമായി വാഹനങ്ങൾ വരുന്നെന്നും പറഞ്ഞ് ഫാക്ട് അധികൃതർ വർഷങ്ങൾക്ക് മുമ്പ് അടച്ചതാണ് ഈ വഴി. ഗേറ്റ് അടച്ചതോടെ 3 കിലോമീറ്റർ ചുറ്റിയായിരുന്നു പ്രദേശവാസികളുടെ യാത്ര. ഓരോ തിരഞ്ഞെടുപ്പും ജനാധിപത്യത്തിന്റെ മിഴിതുറക്കലാകുമ്പോൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് ഏലൂരിൽ ഒരു വഴി തുറന്നിരിക്കുകയാണ്. പത്തലക്കാട് ഫാക്ട് ഹൈസ്കൂളിന് പിന്നിലുള്ള ഇല്ലത്തിടവഴി ഭാഗത്താണ് ഗേറ്റ്. രാവിലെ 6 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമാണ് താൽക്കാലികമായി ഇപ്പോൾ ഇതിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളത്. ഇത് അടച്ച കാരണം ഞങ്ങൾക്കിപ്പോൾ കണ്ണൂരിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടയിൽ പോകുന്നതിന് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഇങ്ങോട്ട് മഞ്ഞുമലൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. തുറന്നു കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. ഫാക്ട് വരുന്നതിന് മുൻപേ ഇതുവഴി നടവഴി ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി സംഘടനകൾ ഗേറ്റ് അടച്ചതിനെ ചൊല്ലി സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഗേറ്റ് തുറന്നു കൊടുക്കാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിരുന്നില്ല. FSCT ഉദ്യോഗമണ്ഡൽ ഡിവിഷന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണിത്. നടന്നു പോകാനുള്ള ഒരു അവകാശം പോലെ നാട്ടുകാർക്ക് അനുവദിച്ചിരുന്നതാണ്. ഫാക്ടിൻ്റെ ഹൈസ്കൂള്, അമ്പലങ്ങൾ, ക്വാർട്ടേഴ്സിലെ ജനങ്ങൾ, ഇവരെല്ലാവരും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു ഇവിടെ. ആ ബന്ധം ഈ അടുത്ത കാലങ്ങളിൽ ഗേറ്റ് അടച്ചു പൂട്ടിയാണ് ഫാക്ട് പ്രതികരിക്കുന്നത്. ഇത് നാട്ടുകാരോട് കാണിക്കുന്ന ഒരു അവഗണനയാണ്. ഫാക്ട് കോമ്പൗണ്ടിനുള്ളിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് പതിവായപ്പോഴാണ് നടപടിയെടുത്തതെന്ന് അധികൃതർ. അന്യവാഹനങ്ങൾ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നുവരാനും തുടങ്ങി. CRPFന്റെ സുരക്ഷയിലാണ് ഫാക്ട് കോമ്പൗണ്ട് ഉള്ളത്. മതിൽക്കെട്ടിനുള്ളിൽ ക്വാർട്ടേഴ്സുകളുണ്ട്. ക്വാർട്ടേഴ്സിലുള്ളവർക്ക് പുറത്തു കടക്കാനും ഈ വഴി ഉപകാരമായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികൾ ഫാക്ടിന്റെ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള വോട്ടർമാരുടെ വീടുകളിലെത്താൻ 3 കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയായിരുന്നു. അതിനാണ് പരിഹാരമായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഇപ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ കാര്യങ്ങൾ പഴയപടിയാകുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ താൽക്കാലികമായി നിയന്ത്രണങ്ങളോടെയാണ് ഈ ഗേറ്റ് ഇപ്പോൾ തുറക്കുന്നത്. എന്നും ഈ ഗേറ്റ് തുറന്നു കിടന്നിരുന്നുവെങ്കിൽ യാത്രയുടെ ദൂരം കുറയുമല്ലോ എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ചും ഇലഞ്ഞിക്കൽ അമ്പലത്തിലേക്കും സെന്റ് ആന്റണി സ്കൂളിലേക്കും പാതാളത്തേക്കുമൊക്കെ പോകുന്നവർക്ക് വളരെ വേഗത്തിൽ അവിടങ്ങളിൽ എത്താൻ സാധിക്കുമെന്നതും പ്രത്യേകതയാണ്. ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം പാതാളത്തിലെത്താൻ എളുപ്പവഴിയെന്ന് പറഞ്ഞു കേട്ടതുകൊണ്ട് പ്രേക്ഷകർ ഞെട്ടേണ്ട. എറണാകുളത്ത് കളമശ്ശേരിക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ് ഈ പാതാളം എന്നത്. ഏതായാലും സ്ഥാനാർത്ഥികൾക്ക് കുറേ ചുറ്റിക്കറങ്ങി ഇനി വോട്ടർമാരെ കാണാൻ പോകേണ്ടി വരില്ല. താൽക്കാലികമായെങ്കിലും ഈ റോഡ് ഇപ്പോൾ തുറന്നത് വളരെ സന്തോഷകരമാണ്. പക്ഷേ അത് എല്ലാ കാലത്തേക്കും ജനങ്ങൾക്കത് ഉപകാരപ്രദമാകത്തക്ക വിധത്തിൽ അത് തുറന്നു തന്നെ നൽകണം എന്നാണ് പറയാനുള്ളത്. നിസാർ കൊല്ലം ചോദിക്കുന്നുണ്ട്, ഇത് ഇത്തരം ഇങ്ങനെ വാർത്തകളൊക്കെ അപ്പോൾ പറഞ്ഞ് കളയുകയാണോ എന്ന്, പിന്നീട് അതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ, സംശയം കൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ഈ വാർത്തകൾക്ക് ഫോളോ അപ്പുകൾ ഉണ്ടാകും. പ്രേക്ഷകർ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് പൊതുജനം കഴുതയല്ല സാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ. അതിൻ്റെ ഇമ്പാക്റ്റുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത്തരം ഇമ്പാക്റ്റുകൾ, അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നു തന്നെ പ്രേക്ഷകർക്ക് ബോധ്യമുള്ള കാര്യവുമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആരു ജയിച്ചാലും വാടക കെട്ടിടത്തിലേക്ക് പോകാനാണ് രാജാക്കാട് പഞ്ചായത്തിൻ്റെ വിധി. സ്വന്തമായി ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ
രാജാക്കാട് പഞ്ചായത്ത് 4 വർഷം മുമ്പ് ഒരു നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. പഞ്ചവത്സര പദ്ധതിയായി അത് മാറുമെന്ന് അന്നത്തെ ഭരണസമിതി ഒരിക്കലും കരുതിയിരുന്നില്ല. ഇന്നിപ്പോൾ മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ്. അടുത്ത ഭരണസമിതി എത്തിയാലും രാജാക്കാട് പഞ്ചായത്തിന് വാടക കെട്ടിടം തന്നെ ശരണം. എന്തു വിധി ഇത്, വല്ലാത്ത ചതി ഇത് എന്നാരും പറഞ്ഞു പോകും. ഒരു പഞ്ചായത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുക എന്നത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഉണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചു കളഞ്ഞ് പുതിയതുടൻ തന്നെ എന്ന് പറഞ്ഞ സ്ഥലത്ത് 4 വർഷം കഴിഞ്ഞിട്ടും വാടക കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന ഭരണസമിതിക്ക് ഒരൽപ്പം നാണക്കേടുണ്ടാക്കുന്നതാണ്. 2019 സംസ്ഥാന ബജറ്റിൽ രാജാക്കാട് പഞ്ചായത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 5 കോടി രൂപ പ്രഖ്യാപിച്ചു. എന്നാൽ ഫണ്ട് വകയിരുത്തിയിരുന്നില്ല. തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി നൽകിയ അപേക്ഷയെ തുടർന്ന് 2020-21 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ അനുവദിച്ചു. കരാർ നടപടികൾ പൂർത്തിയാക്കി നിലവിലുണ്ടായിരുന്ന ഓഫീസ് പൊളിച്ചു നീക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ പല കാരണങ്ങളാൽ നിർമ്മാണം വൈകി. ഞാൻ പറയാം, എൻ്റെ ഈ പുറയിൽ കാണുന്ന ഈ അസ്ഥികൂടം, ഈ കാലിൽ നിൽക്കുന്ന ഈ രാജാക്കാട് പഞ്ചായത്ത് കെട്ടിടമെന്നും പറഞ്ഞ് പണിതാണ്. ഇത് എന്ന് പണി തീരുന്നോ ഒന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒന്നും ഒരു അറിവുമില്ല. ഇതിങ്ങനെ അനാഥപ്രേതമായിട്ട് കിടക്കുകയാണ്. പഞ്ചായത്ത് ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് കെട്ടിടം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതിന് യാതൊരു തീരുമാനം ഉണ്ടാകാതെ ഇങ്ങനെ കിടക്കുന്നു. ഇതിൻ്റെ നാഥൻ ആരാണെന്നും പോലും ഒരറിവുമില്ല. 1ഉം 2ഉം നിലകളിൽ ഓഫീസും അനുബന്ധ സൗകര്യങ്ങളും, 3ാമത്തെ നിലയിൽ ഓഡിറ്റോറിയവും നിർമ്മിക്കാനാണ് സാങ്കേതിക അനുമതി ലഭിച്ചിട്ടുള്ളത്. 1 വർഷം കൊണ്ട് പണി തീർക്കുമെന്നാണ് അന്ന് കരുതിയിരുന്നത്. പ്രചരിപ്പിച്ചിരുന്നതും അങ്ങനെ തന്നെ. ആ 1 വർഷം എന്ന് പറഞ്ഞിട്ട് 25 5 വർഷമാകും. 5 വർഷമായിട്ട് ഈ കെട്ടിടത്തിൻ്റെ പണി ഈ കാണുന്നതാണ്. ഫണ്ട് അനുവദിച്ചതാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസും അനുബന്ധ ഓഫീസുകളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും കരാറുകാരനും സ്വകാര്യ കരാറുകാരനും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ആക്ഷേപം ജനങ്ങളുണ്ട്. കരാറുകാരൻ്റെ അനാസ്ഥയാണെങ്കിൽ ആ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണം. മാത്രമല്ല, അതേ കരാറുകാരൻ തന്നെയാണ് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്വാമി ആശുപത്രി കെട്ടിടത്തിൻ്റെ കരാർ നൽകിയിട്ടുള്ളത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ചെയ്തൊരു ദ്രോഹമാണ്. അതുകൊണ്ട് ഇതിന് അടിയന്തര പരിഹാരം കാണാൻ ഇനിയിപ്പോൾ ഭരണസമിതിക്കാവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇനി വരാൻ പോകുന്ന ഭരണസമിതിയെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും വേണ്ടിയില്ല, ഈ ഓഫീസ് കെട്ടിടത്തിൻ്റെ പണി ഏറ്റവും പൂർത്തീകരിച്ച് ഓഫീസ് സമുച്ചയം വാടക ഒഴിവാക്കി ഇതിലേക്ക് മാറണമെന്നാണ് പൊതുവെ ജനങ്ങൾ പറയുന്നത്. എൻ്റെ ഒപ്പം നിലവിൽ പോലീസ് സ്റ്റേഷന് സമീപത്തെ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 4 കൊല്ലമല്ലേ ആയുള്ളൂ കെട്ടിട നിർമ്മാണം തുടങ്ങിയിട്ട്. ഇനിയും സമയമുണ്ടല്ലോ അത് പൂർത്തിയാക്കാൻ. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചതാകും ഒരുപക്ഷെ ഈ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ജോസിൻ ജോസഫ് പറയുന്നു, രാജാക്കാട് പഞ്ചായത്ത് മെമ്പർമാരുടെ വീടും വാടക വീടാണോ എന്ന കാര്യമാണ് ചോദിക്കുന്നത്. രവികുമാർ PB പറയുന്നു, ആർക്കു വേണ്ടിയാണ് ഈ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ നിർമ്മാണം താമസിപ്പിക്കുന്നത് എന്ന കാര്യം. മിനിബാബു ചോദിക്കുന്നുണ്ട്, പഞ്ചായത്തിന് പോലും കെട്ടിടമില്ല, കിട്ടിയ ഫണ്ട് എത്ര, അത് മുഴുവൻ ചെലവാക്കിയോ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതിനിടെ മറ്റൊരു പ്രേക്ഷക ശ്രീമോൾ സതീഷ് ചോദിക്കുന്നു, കൊച്ചി ടു ഷാർജ എയർ ഇന്ത്യ ഫ്ലൈറ്റ് കംപ്ലൈൻറ്റ് ആയല്ലോ, അതേക്കുറിച്ച് ന്യൂസ് അപ്ഡേറ്റ് എന്താണ് എന്ന കാര്യം. ഷാർജയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് അത് കംപ്ലൈൻ്റ് ആണ് എന്ന വാർത്ത ഉച്ചയ്ക്ക് തന്നെ എത്തിയിരുന്നതാണ്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസുമായി അതിൻ്റെ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നതാണ്. ഇലക്ട്രിക്കൽ കംപ്ലൈൻ്റ് ആണ് എന്നാണ് അറിഞ്ഞത്. അതിന് പകരം ക്രമീകരണങ്ങൾ അവർ ചെയ്യും എന്നും അറിയിച്ചിരുന്നു. ഏതായാലും വരുന്ന ബുള്ളറ്റിനുകൾ ഇതിൻ്റെ അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം തലസ്ഥാന നഗരി എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. അവിടുത്തെ പ്രധാന റോഡുകളിലൂടെ ചീറിപ്പായുന്ന മന്ത്രിമാർ അടുത്ത കാലം വരെ പ്രധാന പാതകളിലൊന്നായിരുന്ന ആനയറ വെൺപാലവട്ടം റോഡിലൂടെ ഒന്ന് പോകണം. എങ്കിൽ മാത്രമേ അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടറിയൂ.
നിർമ്മാണം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡ് എങ്ങും എത്തിയിട്ടില്ല. ഒച്ചിഴയുന്ന വേഗത്തിലുള്ള റോഡ് നിർമ്മാണം യാത്രക്കാരെ ചെറുതായല്ല ബുദ്ധിമുട്ടിക്കുന്നത്. തലസ്ഥാന റോഡും തലവേദനയായ യാത്രയും. അതേക്കുറിച്ചാണ് ഇനി. ഒരു മാതൃകാ റോഡിൻ്റെ തുടക്കമാണിവിടം. പക്ഷേ ഇതുവഴി കടന്നു പോകണമെങ്കിൽ അഭ്യാസം അറിഞ്ഞിരിക്കണം. അഭ്യാസം അറിയാത്തവർ അപകടത്തിൽപ്പെടുമെന്ന ഉറപ്പ്. ഒരു കൊല്ലത്തിന് മുകളിലായി ഈ ദുരിതം ഈ നാട്ടുകാർ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇതിന് യാതൊരു മാറ്റവും താൽക്കാലികമായിട്ടെങ്കിലും ഈ റോഡൊന്ന് റെഡിയാക്കി തന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് യാത്രയായിരുന്നു. പേട്ട ആനയറ ഒരുവാതിൽക്കോട്ട മാതൃകാ റോഡ് 2ാം റീച്ചിലെ ടാറിംഗ് അടക്കം പൂർത്തിയായി. പക്ഷേ 1ാം റീച്ചിന്റെ അവസ്ഥ ദാ ഇങ്ങനെ. പേട്ടയിൽ തുടങ്ങുന്നു ദുരിതയാത്ര. അത് വെൺപാലവട്ടം വരെ നീളും. 2 വർഷത്തോളമാകുന്നു ഈ റോഡിന്റെ നിർമ്മാണം കൊട്ടിഘോഷിച്ച് ആരംഭിച്ചിട്ട്. റോഡിൻ്റെ വലിയ ബുദ്ധിമുട്ട് തന്നെ. ഇപ്പം തന്നെ 2 വർഷമായി. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനം വാങ്ങാൻ പോകാനോ പള്ളിയിൽ പോകാനോ മറ്റുള്ള കോവിലിൽ പോകുന്നവർക്ക് ഒന്നും നടക്കുന്നില്ല. ഭയങ്കര പ്രയാസമാണ്. ഇഴഞ്ഞു നീങ്ങിയ നിർമ്മാണം പക്ഷേ ഇലക്ഷൻ കാലമായപ്പോൾ ദ്രുതഗതിയിലാണ്. അങ്ങനെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്ന് വ്യക്തം. അതും നാട്ടുകാരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നുണ്ട്. പകൽ സമയത്തുള്ള നിർമ്മാണം പലപ്പോഴും ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നു. കാൽനടയാത്ര പോലും ഇന്ന് ദുസ്സഹം. കാരണം താൽക്കാലികമായിട്ടെങ്കിലും മണ്ണട്ടൊക്കെ നിരത്തി ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും ബസ്സുകളേ ഇല്ല, അത് പോകുന്നില്ല, റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ ആളുകൾക്ക് നടന്നു പോകാനോ 2 വീലർ ഓടാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ റോഡ് കിടക്കുന്നത്. ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. മറ്റുള്ള യാത്രക്കാർക്ക് അല്ലാതെ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതൊന്നും താൽക്കാലികമായിട്ടെങ്കിലും അതൊന്ന് ശരിയാക്കിയെടുക്കണം എന്നുള്ള ഒരു ഇതുണ്ട് നമുക്ക്. 5 കിലോമീറ്ററോളം ദൂരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. 21 മീറ്റർ വീതി. കിഫ്ബി ഫണ്ടാണ് ചെലവഴിക്കുന്നത്. 143.60 കോടി രൂപ. ആദ്യം തന്നെ 116 കോടി രൂപ അനുവദിച്ചു. 614 പേരുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനായി 98 കോടി രൂപയും ചെലവായി. തുക തികയാതെ വന്നതോടെ 37% കൂടി വർദ്ധിപ്പിക്കുകയായിരുന്നു. പേട്ട ആനയറ വെൺപാലവട്ടം ഭാഗത്തെ സ്വീവേജ് ലൈൻ പ്രവർത്തനങ്ങളാണിപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ജോലികൾ പൂർത്തിയായിട്ട് വേണം ടാറിംഗ്. യൂട്ടിലിറ്റി ഡക്റ്റ് നിർമ്മാണവും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് പ്രവർത്തികളും പകുതി പോലും പൂർത്തീകരിച്ചിട്ടില്ല. സ്വീവേജ് ലൈൻ സ്ഥാപിക്കാനെടുത്ത കുഴികളിലെ മണ്ണ് മഴയിൽ കുതിർന്ന് ചെളിക്കുളമായ അവസ്ഥ. അലൈൻമെന്റിൽ വരുത്തിയ മാറ്റവും യന്ത്രസാമഗ്രികൾ എത്തിക്കുന്നതിലെ കാലതാമസവുമൊക്കെയാണ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്നാണ് ആക്ഷേപം. കച്ചവടക്കാരടക്കം ദുരിതത്തിലാണ്. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആൾക്കാർക്ക് പോകാൻ. എനിക്ക് കച്ചവടമൊന്നുമില്ല ഇവിടെ. ഞാനാണെങ്കിൽ ഈ നേരത്തൊക്കെ നല്ല വിൽക്കലാണ്. ഇപ്പം ആരും റോഡിലില്ല. പറയാതിരിക്കാൻ ഒക്കില്ല. കാരണം ഒരു ആട്ട വിളിച്ചാൽ വരില്ല. 50 കിലോ കൊടുക്കണം. പേട്ടയിൽ ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. 2ാം റീച്ചിൽ ഉൾപ്പെട്ട പ്ലാവിലാകം മുതൽ ഒരുവാതിൽക്കോട്ട ക്ഷേത്രം വരെയുള്ള ഭാഗത്ത് യൂട്ടിലിറ്റി ഡക്റ്റ്, സിറ്റി ഗ്യാസ് ലൈൻ, വാട്ടർ അതോറിറ്റി എന്നിവയുടെ ജോലികൾ കഴിഞ്ഞ് BMBC നിലവാരത്തിലുള്ള ടാറിംഗ് പ്രവർത്തികൾ വരെ പൂർത്തിയായി. എന്നിട്ടും 1ാം റീച്ചിലെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിലാണ് നാട്ടുകാരുടെയും ഇതുവഴിയുള്ള യാത്രക്കാരുടെയും പ്രതിഷേധം. ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് പറയാം ഇതൊരു മാതൃകാ റോഡാണോ എന്ന്. അതിനു മുൻപ് അടിവരയിട്ട് പറയാൻ കഴിയുന്ന ഒന്നുണ്ട്. ഒരു റോഡ് എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് ഇതെന്ന്. ക്യാമറമാൻ മനീഷിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കാലം കുറേയായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. റോഡിന്റെ നിർമ്മാണം അടിയന്തിരമായി പൂർത്തീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.